ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗുങ്കുരുഭ്യോ നമ. ഓം ഗംഗണപതേ നമ. ഓം പരമാത്മനേ നമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അഥ ഏകവിംശോധ്യായ 21-ാമത്തെ അധ്യായം വിതുരമൈത്രേയ സംവാദം തുടരുന്നു. വിതുര ഉവാച സ്വായംഭുവസ്യ ച മനോർവംശ പരമസമ്മത കഥ്യതാം ഭഗവൻ യത്ര മൈഥുനേനൈഥിരേ പ്രജാഃ. ഹേ ഭഗവൻ, അല്ലയോ ഭഗവൻ, യത്ര ഏതിലോ, മൈഥുനേന സ്ത്രീ പുരുഷ സംയോഗത്താൽ, പ്രജാഃ പ്രജകൾ, ഏധിരേ തത് വർദ്ധിച്ചത്, ആ സ്വായംഭുവസ്യ മനോഹോ സ്വായംഭുവ മനുവിൻ്റെ, വംശ വംശം, പരമസമ്മത ച സർവർക്കും സമ്മതമത്രേ, തത് കഥ്യതാം അതൊക്കെ പറഞ്ഞാലും. പ്രിയവ്രതോത്ഥാനപാദൗ സുതൗ സ്വായംഭവസ്യ വൈ യഥാധർമ്മം ജുഗുപതു സപ്തദ്വീപവതീം മഹീം. പ്രിയവ്രതോത്ഥാനപാദു, പ്രിയവ്രതനും ഉത്ഥാനപാദനും, സപ്തദ്വീപവതിയും 7 ദ്വീപുകളോടുകൂടിയ, മഹീം വൈ ഭൂമണ്ഡലമാകമാനം, യഥാധർമ്മം ധർമാനുസാരേണ, ജുഗുപതു ഭരിച്ചു. തസ്യ വൈ ദുഹിതാ ബ്രഹ്മന് ദേവഹൂതീതി വിശ്രുത പത്നി പ്രജാപതേരുക്രാഹ കർദമസ്യ ത്വയാനഘ. ഹേ അനഘ ബ്രഹ്മൻ, അല്ലയോ ശുദ്ധാത്മാവായ ബ്രാഹ്മണ, ദേവഹൂതി ഇതി വിശ്രുത, ദേവഹൂതി എന്ന് വിഖ്യാതയായ, തസ്യ ദുഹിത വൈ അദ്ദേഹത്തിൻ്റെ പുത്രി, കർദമസ്യ കർദമൻ എന്ന, പ്രജാപതേ പ്രജാപതിയുടെ, പത്നി ഇതി പത്നിയാണെന്ന്, ത്വയാ ഉക്തം അങ്ങ് പറഞ്ഞുവല്ലോ. തസ്യാം സ വൈ മഹായോഗി യുക്തായാം യോഗലക്ഷണൈഃ സസർജ കതിഥാ വീര്യം തന്മേ ശുശ്രൂഷവേ വദ. മഹായോഗി സഹ, യോഗിവര്യനായ അദ്ദേഹം, യോഗലക്ഷണൈഃ യുക്തായാം യോഗലക്ഷണങ്ങളുള്ള, തസ്യാം വൈ അവളിൽ, കതിഥ എത്ര വിധം, വീര്യം വീര്യത്തെ, സസർജ സൃഷ്ടിച്ചു, തത് എന്നത്, ശുശ്രൂഷവേ കേൾക്കാൻ ഇച്ഛിക്കുന്ന, മേവദ എന്നോട് പറഞ്ഞാലും. രുചിര്യോ ഭഗവാൻ ബ്രഹ്മൻ ദക്ഷോ വാ ബ്രഹ്മണസുത യഥാ സസർജ ഭൂതാനി ലബ്ധ്വാ ഭാര്യാം ച മാനവീം. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മൻ, ബ്രഹ്മണ ബ്രഹ്മാവിൻ്റെ, സുതഃ പുത്രനും, ഭഗവാൻ ഭഗവാനുമായ, രുചിഹി യ രുചി എന്ന ആളും, ദക്ഷഃ ച വാ അപ്രകാരമുള്ള ദക്ഷനും, മാനവീം മനുപുത്രിയായ അല്ലെങ്കിൽ മനുപുത്രിമാരായ, ഭാര്യാം ഭാര്യയെ ഭാര്യമാരെ, ലബ്ധ്വ ലഭിച്ച്, യഥാ എങ്ങനെ, ഭൂതാനി പ്രജകളെ, സസർജ സൃഷ്ടിച്ചു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് വിതുരൻ്റെ ചോദ്യമാണ്. സർവസമ്മതമായ സ്വയംഭവ മനുവിൻ്റെ വംശചരിത്രം ആഖ്യാനം ചെയ്തു തരയണമെന്ന വിതുരൻ്റെ അഭ്യർത്ഥനയോടെ ആണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. വിതുരൻ പറയുന്നു, സ്ത്രീ പുരുഷ സംയോഗം മൂലമുള്ള സന്താനോൽപാദനത്താലാണ് ആ വംശം വർദ്ധിച്ചത്. സ്വയംഭവ മനുവിന് ശതരൂപയിൽ പ്രിയവ്രതൻ, ഉത്ഥാനപാദൻ എന്നിങ്ങനെ 2 പുത്രന്മാരുണ്ടായെന്നും അവർ സപ്തദ്വീപങ്ങളും അടങ്ങുന്ന ഭൂമിയെ അടക്കി ഭരിച്ചുവെന്നും, മനുവിൻ്റെ പുത്രിമാരിൽ ഒരുവളായ ദേവഹൂതിയെ കർദമ പ്രജാപതി പരിണയിച്ചുവെന്നും അങ്ങ് എന്നോട് മുൻപ് പറഞ്ഞു. അതായത് 12-ാം അധ്യായത്തിലാണ് ആ ഒരു സംഗതി സൂചിപ്പിച്ചത്. 12-ാം അധ്യായത്തിൽ 55-56 ശ്ലോകങ്ങളിലാണ് ഈ കർദമൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിച്ചു പോയത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ്, മഹായോഗിയായ കർദമ പ്രജാപതിക്ക് ദേവഹൂതിയിലുണ്ടായ സന്താനങ്ങളുടെ ചരിത്രവും, ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായ രുചി, ദക്ഷൻ എന്നീ പ്രജാപതികളുടെ സൃഷ്ടിചരിത്രവും തന്നെ കേൾപ്പിക്കണമെന്നും വിതുരൻ മൈത്രേയ മഹർഷിയോട് പറഞ്ഞു. മൈത്രേയ ഉവാച പ്രജാസൃജതി ഭഗവാന് കർദമോ ബ്രഹ്മണോദിത സരസ്വത്യാം തപസ്തേപേ സഹസ്രാണാം സമാദശ. ബ്രഹ്മണ ബ്രഹ്മാവിനാൽ, പ്രജാസൃജ പ്രജകളെ സൃഷ്ടിച്ചാലും, ഇതി എന്ന്, ഉദിത ഉപദേശിക്കപ്പെട്ട, ഭഗവാൻ കർദമ ഭഗവാനായ കർദമൻ, സരസ്വത്യാം സരസ്വതീ തീരത്ത്, സഹസ്രാണാം ദശസമാഹ 10,000 സംവത്സരം കാലം, തപഃ തേപേ തപസ്സനുഷ്ഠിച്ചു. തഥാ സമാധിയുക്തേന ക്രിയായോഗേന കർദമ സംപ്രവേദേ ഹരിം ഭക്ര്യ പ്രപന്ന പരദാശുഷം.
തതഹ അതിൽ പിന്നെ കർദമഹ കർദമൻ സമാധിയുക്രേന സമാധിയോടുകൂടിയ ക്രിയായോഗേന കർമ്മയോഗത്താലും ഭക്രിയോടും കൂടി പ്രപന്നവരദാശുഷം ആശ്രിതർക്ക് ഇഷ്ടവരദാതാവായ ഹരിം ശ്രീഹരിയെ സംപ്രവേദേ ഉപാസിച്ചു. താവത് പ്രസന്നോ ഭഗവാൻ പുഷ്കരാക്ഷ കൃതേ യുഗേ ദർശയാമാസ തം ക്ഷത്ത ശാബ്ദം ബ്രഹ്മ ദധത് വപു. ഹേ ക്ഷത്ത, അല്ലയോ വിതുര, താവത് അത്ര കാലം കൊണ്ട് പ്രസന്നഃ പ്രസാദിച്ച ഭഗവാൻ പുഷ്കരാക്ഷ ശ്രീ മഹാവിഷ്ണു ശാബ്ദം ബ്രഹ്മ വപു ശബ്ദബ്രഹ്മസ്വരൂപത്തെ ദധത് ധരിച്ചുകൊണ്ട് തം അദ്ദേഹത്തിന് കൃതയുഗത്തിൽ ദർശയാമാസ ദർശനം നൽകി. മൈത്രേയ മഹർഷി ആദ്യമായി കർദമ ചരിത്രം ആഖ്യാനം ചെയ്യാണ്. പ്രജാസൃഷ്ടിയിൽ വ്യാപരിച്ചാലും എന്ന് ബ്രഹ്മാവ് കർദമ പ്രജാപതിയോട് ആവശ്യപ്പെട്ടു. തനിക്കതിനുള്ള പ്രാപ്തി ലഭിക്കാൻ വേണ്ടി കർദമ പ്രജാപതി സരസ്വതീ നദീതീരത്ത് 10,000 സംവത്സരം കാലം തപസ്സനുഷ്ഠിച്ചു. അതിനുശേഷം സർവാഭീഷ്ടപ്രദനായ ശ്രീഹരിയെ ഭക്തിയോടുകൂടി സമാധിയുക്തമായ ക്രിയായോഗം കൊണ്ട്, അതായത് പൂജാദികളാലും മറ്റുമൊക്കെ ഉപാസിച്ചു. കൃതയുഗത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. ശബ്ദബ്രഹ്മസ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ കർദമന്റെ ഉപചാരങ്ങളിൽ സന്തുഷ്ടനായി അദ്ദേഹത്തിന് ദർശനം നൽകി. അപ്പം ഭാഗവതത്തില് കർദമന്റെ ഉൽപ്പത്തി ബ്രഹ്മാവിന്റെ ഛായയിൽ നിന്ന്, അതായത് നിഴലിൽ നിന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് തൃതീയ സ്കന്ധത്തിലെ 12-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകത്തിലാണ്. എന്നാൽ കൂർമ്മപുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, മാർക്കണ്ഡേയ പുരാണം തുടങ്ങിയ പുരാണങ്ങളിൽ കർദമൻ പുലഹന്റെ പുത്രനാണെന്ന് പറയുന്നു. ക്ഷമാതു സുഷുവേ പുത്രാന് പുലഹസ്യ പ്രജാപതേ കർദമം ച വരീയാംസം സഹിഷ്ണും മുനിസത്തമം. ഇങ്ങനെയാണ് കൂർമ്മപുരാണത്തിൽ കൊടുത്തിട്ടുള്ളത്. കർദമസ്യതു പത്നി സ പൗലഹസ്യ പ്രജാപതേ എന്നാണ് ബ്രഹ്മാണ്ഡ പുരാണത്തില്. കർദമശ്ച ആർവവീരശ്ച സഹിഷ്ണുശ്ച സുതത്രയം ക്ഷമാതു സുഷുവേ ഭാര്യ പുലഹസ്യ പ്രജാപതേ. ഇങ്ങനെയാണ് മാർക്കണ്ഡേയ പുരാണത്തില്. ഇങ്ങനെ എല്ലായിടത്തും പറഞ്ഞു വെക്കുന്നത് പുലഹന്റെ മകനാണെന്നുള്ളൊരു കാര്യമാണ്. വായുപുരാണം, വിഷ്ണുപുരാണം ഇത്യാദികളിൽ സ്വയംഭവ മനുവിന് ശതരൂപയിൽ 2 പുത്രന്മാരും 2 പുത്രിമാരുമാണ്. അവിടെ ദേവഹൂതിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പ്രിയവ്രതോത്താനപാദവും പുത്രവും പുത്രവതാംബരവും കന്യേദ്വേച മഹാഭാഗ്യേ യാഭ്യാം ജാത പ്രജാസ്തിമാഹ ദേവീനാംനാ തഥാ ആഹൂതി പ്രസൂതിശ്ചൈവ തേ ശുഭേ. വായുപുരാണത്തില് പ്രിയവ്രതോത്താനപാദവും പ്രസൂതി ആകൂതി സംജ്ഞിതം വിഷ്ണു പുരാണത്തില്. അപ്പം ഗാരുഡ പുരാണത്തിലും മറ്റുമൊക്കെ ദേവഹൂതി ദേവിയെ സ്മരിച്ചിട്ടുണ്ട്. പ്രിയവ്രതോത്താനപാദവും പ്രസൂതി ആകൂതി സംജ്ഞിതം ദേവഹൂതിം മനുസ്താസു ആകൂതിം രുചയേതതു പ്രസൂതിം ചൈവ ദക്ഷായ ദേവഹൂതിം ച കർദമേ. ഇങ്ങനെയാണ് ഗരുഡ പുരാണത്തില്. ഇവർക്ക് ആർക്കൊക്കെ വിവാഹം കഴിച്ചു കൊടുത്തു എന്നുള്ള കാര്യം പോലും ഗരുഡ പുരാണം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ പുരാണങ്ങൾ തമ്മിൽ കഥകളിലും മറ്റൊക്കെ വൈരുദ്ധ്യങ്ങൾ കണ്ടാൽ ഭാഗവതം തന്നെയാണ് ഈ ഭാഗവതം അധ്യയനം ചെയ്യുന്നവർക്ക്, പഠിക്കുന്നവർക്കൊക്കെ സ്വീകാര്യമായിട്ടുള്ളതും പ്രമാണമായിട്ടുള്ളതും. അപ്പം ഭാഗവതത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? കാരണം സകല പുരാണങ്ങളും എഴുതി കഴിഞ്ഞിട്ടാണ് ഭഗവാൻ വേദവ്യാസൻ ഭാഗവത പുരാണം രചിച്ചിട്ടുള്ളത്. അപ്പം മുൻപ് പുരാണങ്ങളൊക്കെ എഴുതിയ സമയത്ത് വിട്ടുപോയ സംഗതികളും മറ്റുമൊക്കെ ഭാഗവതത്തിൽ എത്തുമ്പോഴേക്കും വേണ്ട വിധത്തിലായിട്ടുണ്ട് എന്നുള്ളത് അർത്ഥം. അപ്പം ആ രീതിയിലാണ് ആചാര്യന്മാരൊക്കെ ഭാഗവതത്തെ സമീപിച്ചിട്ടുള്ളത്. നമുക്കും ആ ഭാഗവതത്തിൽ പറഞ്ഞ സംഗതി തന്നെയാണ് പ്രമാണമായിട്ടുള്ളത്. സതം വിരജമർക്കാഭം സിതപത്മോത്പലസ്രജം സ്നിഗ്ധ നീലാളകവ്രാത വക്ത്രാബ്ജം വിരജോംബരം കിരീടിനം കുണ്ടലിനം ശംഖചക്രഗദാധരം ശ്വേതോത്പലക്രീഡനകം മനസ്പർശസ്മിതേക്ഷണം വിന്യസ്തചരണാംഭോജമംസദേശേ ഗരുത്മതഃ ദൃഷ്ട്വാഖേവസ്ഥിതം വക്ഷശ്രിയം കൗസ്തുഭകന്ധരം ജാതഹർഷോപതന്മൂർധന ക്ഷിതൗ ലബ്ധമനോരഥ ഗീർഭിസ്ത്വഭ്യഗൃണാത് പ്രീതി സ്വഭാവാത്മാ കൃതാഞ്ജലി. വിരജം രജോഗുണം ബാധിക്കാത്തവനായും അർക്കാഭം സൂര്യനെ പോലെ ശോഭിക്കുന്നവനായും സിതപത്മോത്പലസ്രജം വെള്ളത്താമരയും നീലത്താമരയും കൊണ്ടുള്ള പൂമാല അണിഞ്ഞവനായും സ്നിഗ്ധ നീലാളകവ്രാത വക്രാബ്ജം മിനുത്തു കറുത്ത കുറുനിരയുള്ള മുഖകമലത്തോടു കൂടിയവനായും വിരജോംബരം നിർമ്മല വസ്ത്രാലങ്കൃതനായും കിരീടിനം
കിരീടമണിഞ്ഞവനായും കുണ്ടലിനം കുണ്ടലധാരിയായും ശംഖചക്ര ഗദാധരം ശംഖചക്ര ഗദാധികൾ ധരിച്ചവനായും ശ്വേതോത്പല ക്രീഡനകം നീല താമരപ്പൂവ് കളിക്കോപ്പായി എടുത്തിരിക്കുന്നവനായും മനസ്പർശ സ്മിതേക്ഷണം മനസ്സിന് ആനന്ദമേകുന്ന മന്ദഹാസവും കടാക്ഷവും ചേർന്നവനായും ഗരുത്മത ഗരുഡന്റെ അംസദേശേ കഴുത്തിൽ വിന്യസ്ത ചരണാംഭോജം വെച്ച ശ്രീപാദ പത്മത്തോടു കൂടിയവനായും വക്ഷശ്രിയം ഭഗവാന്റെ തിരുമാറിൽ മഹാലക്ഷ്മിയെ ധരിച്ചവനായും കൗസ്തുഭകന്ധരം കൗസ്തുഭരത്നാലങ്കൃതമായ കണ്ഠത്തോടു കൂടിയവനായും ഖേ ആകാശത്തിൽ അവസ്ഥിതം പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്ന തം ആ മഹാവിഷ്ണുവിനെ ദൃഷ്ടുവാ കണ്ട് ലബ്ധമനോരഥ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞവനുമായും ജാതഹർഷ സന്തോഷമാർന്നവനുമായും പ്രീതി സ്വഭാവാത്മാ സ്വതേ തന്നെ പ്രീതി സ്വഭാവമുള്ളവനുമായ സഹ ആ കർദമൻ കൃതാഞ്ജലി കൈകൂപ്പിക്കൊണ്ട് ക്ഷിതൗ മൂർധന അപതത് ഭൂമിയിൽ ശിരസ്സർപ്പിച്ച് ഗീർഭേതു വാക്കുകളാൽ അഭ്യഗൃണാത് സ്തുതിച്ചു. അഗൃണാത് എന്നുള്ള ശബ്ദം ഗൃധാതു ലങ് പരസ്മൈപതി പ്രഥമ പുരുഷൻ ഏകവചനം. അവിടെ അഭി എന്നുള്ള ശബ്ദം ഉപസർഗമാണ്. അതാണ് അഭിഗൃണാത്. അപ്പൊ ആദിത്യനെ പോലെ പ്രകാശിക്കുന്നവനായും വെള്ളത്താമരയും നീലത്താമരയും ഇടകലർത്തി കെട്ടിയ മാല ധരിച്ചവനായും നീല നിറത്തിലുള്ള കുറുനിരകളാൽ ശോഭിക്കുന്ന മുഖപത്മത്തോടു കൂടിയവനായും പീതാംബരമണിഞ്ഞവനായും കിരീടം കുണ്ടലങ്ങൾ ഇത്യാദികൾ ധരിച്ചവനായും 4 കരങ്ങളിലായി ശംഖം ചക്രം ഗദ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന താമരപ്പൂവ് എന്നിവ ധരിച്ചവനായും മനസ്സിനെ ആകർഷിക്കുന്ന പുഞ്ചിരിയോടുകൂടിയ കടാക്ഷ വീക്ഷണം ചെയ്യുന്നവനായും കഴുത്തിൽ കൗസ്തുഭവും വക്ഷസിൽ ലക്ഷ്മിയെയും ധരിച്ചവനായും ഉള്ള രൂപത്തില് ഭഗവാൻ ഗരുഡാരൂഢനായിട്ട് കർദമന് ദർശനം നൽകി. തൻ്റെ മനോരഥം സഫലമായതിലുള്ള സന്തോഷാതിരേകം അനിർവാച്യമായിരുന്നു. അദ്ദേഹം അഞ്ജലിബദ്ധനായി തൃപ്പാദാരവിന്ദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്ത് ഭഗവാനെ സ്തുതിച്ചു. അവിടെ സുന്ദരമായ ഒരു ഭഗവത് സ്വരൂപ വർണ്ണന കാണാം. ഇതെന്തിനാന്ന് ചോദിച്ചാൽ ഭാഗവതം വായിക്കുന്ന നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ആ ഭഗവത് സ്വരൂപത്തെ ധ്യാനിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. ഇനി തുടർന്ന് നമ്മൾ കാണുന്നത് ഈ കർദമ പ്രജാപതിയുടെ സ്തുതിയാണ്. ജുഷ്ടംബദാദ്യ അഖില സത്വരാശേ സാംസിദ്ധ്യമഷ്ണോസ്തവ ദർശനാന്ന യദ്ദർശനം ജന്മഭിരീഡ്യ സദ്ഭിരാശാസതേ യോഗിനോ രൂഢയോഗ. ഈഡ്യ ഹേ ഈഡ്യ, അല്ലയോ കീർത്തിക്കാൻ അർഹനായവനെ, അഖില സത്വരാശേ സമസ്ത സത്വഗുണങ്ങളുടെയും മൂർത്തിമത്തായ തവ അങ്ങയുടെ ദർശനാത് ദർശനത്താൽ അദ്യ ന ഇന്ന് നമ്മുടെ അക്ഷിണേ 2 കണ്ണുകൾക്കും സാംസിദ്ധ്യം സാഫല്യം ജുഷ്ടം ലഭിച്ചു. ബത ആശ്ചര്യം യദർശനം യാതൊരു ഭഗവാന്റെ ദർശനം രൂഢയോഗ ഉറച്ച യോഗചര്യയോടുകൂടിയ യോഗിനഃ യോഗിമാർ സദ്ഭി ജന്മഭി നല്ല നല്ല ജന്മങ്ങളാൽ ആശാസത്തെ ലഭിക്കാൻ ഇച്ഛിക്കുന്നു. അല്ലയോ സ്തുത്യർഹനായുള്ളവനെ, സാത്വിക സ്വഭാവമുള്ള സർവത്തിനും നിധിയായിരിക്കുന്ന അങ്ങയുടെ ദർശനം ഹേതുവായി നമ്മുടെ നയനങ്ങൾക്ക് സാഫല്യം സിദ്ധിച്ചു. നമ്മുടെ ഹർഷാതിരേകം അവാച്യമാണ്. സത്തുക്കളും യോഗാനുഷ്ഠാനത്തിൽ നിരതരുമായിട്ടുള്ള യോഗികൾ യാതൊരു ദർശനത്തെ അനേകം ജന്മങ്ങളെ കൊണ്ട് ലഭിക്കാൻ കാക്ഷിക്കുന്നു. അങ്ങനെയുള്ള ആ ഭഗവത് സ്വരൂപമാണ് ഇവിടെ തനിക്ക് കാണാൻ സാധിച്ചത്. അതിലുള്ള ഒരു ആ ആനന്ദത്തെയും മറ്റുമൊക്കെയാണ് അവിടെ ആദ്യം തന്നെ കർദമ പ്രജാപതി സൂചിപ്പിക്കുന്നത്. അവിടെ സാംസിദ്ധ്യം എന്നൊരു വാക്ക് കാണാം. സാംസിദ്ധ്യം എന്ന് പറഞ്ഞാൽ സാഫല്യം. ജുഷ്ടം, സേവിതം ഒക്കെ നമ്മൾ പുതുതായിട്ട് കേൾക്കുന്ന വാക്കുകളാണ്. ജുഷ്ടം എന്ന് പറഞ്ഞാൽ സേവിതം. ബതേതി ഹർഷേ ഇത്യാദി ശ്രീധരീയം. ശ്രീധരാചാര്യര് ഈ ശബ്ദത്തെ അങ്ങനെയാണ് ഈ ഒരു ഭാഗത്തെ അങ്ങനെയാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഈഡ്യ, ഭാഗവതത്തിൽ പലയിടത്തും കാണുന്നൊരു വാക്കാണ് ഈഡ്യ. ഈഡ്യ എന്നുള്ള വാക്കിന് സ്തുത്യർഹൻ എന്നാണ് അർത്ഥം. ഈഡ സ്തുതവു എന്നാണ് ധാതുപാഠത്തിൽ. അത് അദാദിഗണം ആത്മനേപതിയായിട്ടുള്ളൊരു ശബ്ദമാണ് ഈ ഈഡ എന്നുള്ള ശബ്ദം. ഈഡ സ്തുതവു എന്നാണ് ആ ധാതുവിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. യോഗിപര്യന്മാർക്ക് ഭഗവത് ദർശനം ലഭിക്കാൻ അനേകം ജന്മങ്ങൾ വേണ്ടി വരും. തനിക്ക് ഇവിടെ ആദ്യത്തെ ജന്മത്തിൽ തന്നെ അത് സാധ്യമായി.
അപ്രകാരം ഭഗവത് ദർശനം സിദ്ധിച്ചതിലുള്ള ഹർഷാതിരേകത്തെ കാണിക്കാനാണ് ഈ ശ്ലോകത്തില് ബത എന്ന പ്രയോഗം. തുടർന്ന് അടുത്ത 14-ാമത്തെ ശ്ലോകത്തില് യേ മായയാതേ ഹതമേധസസ്ത്വത് പാദാരവിന്ദം ഭവസിന്ധുപോതം ഉപാസത്തെ കാമലവായ തേഷാം രാസീശ കാമാൻ നിരയേപിയേസ്യു. ഹേ ഈശ, അല്ലയോ ഈശ്വര, തേ മായയ, അങ്ങയുടെ മായാൽ, ഹതമേധസ, ബുദ്ധി നശിച്ചവരായിട്ട്, നിരയെ അപി, നരകത്തിൽ പോലും, യേസ്യു, ഏവരുണ്ടോ, കാമലവായ, അപ്രകാരമുള്ള കാമങ്ങളുടെ അല്പമാത്രത്തിന്, ഭവസിന്ധുപോതം, സംസാര സമുദ്രം തരണം ചെയ്യാനുതകുന്ന പൊങ്ങുതടിയായ ത്വത്പാദാരവിന്ദം, അങ്ങയുടെ ശ്രീപാദാരവിന്ദത്തെ, യേ ഉപാസത്തെ, ആരുപാസിക്കുന്നുവോ, തേഷാം അവർക്ക്, കാമാൻ ഇഷ്ടങ്ങളെ, രാസി അങ്ങ് നൽകുന്നുവല്ലോ. രാ എന്നുള്ള ശബ്ദത്തിന് ദാനേ എന്നാണ് അർത്ഥം. രാ ദാനേ, പരസ്മൈപതി ലെട്ട്, മധ്യമപുരുഷൻ ഏകവചനം, രാസി. രാസി ഈശ, ഇങ്ങനെയാണ് ആ ശബ്ദം പിരിക്കേണ്ടത്. രാസീശ എന്ന് നമ്മൾ വായിച്ചെങ്കിലും ആ ശബ്ദം രാസി അധികം ഈശ എന്നാണ്. രാസീശ. രാ എന്നുള്ള ശബ്ദത്തിനവിടെ ദാനം, ദാനേ എന്നുള്ള അർത്ഥമാണ്. അല്ലയോ ഈശ, അങ്ങയുടെ മായാൽ മോഹിതരായിട്ട് ബുദ്ധിവിവേകം നശിച്ച ചിലർ നരകത്തിൽ പോലും ലഭ്യമായ നിസ്സാരങ്ങളായ ഭോഗസുഖങ്ങൾക്ക് വേണ്ടി സംസാര സമുദ്രത്തെ തരണം ചെയ്യാൻ ഉപകരിക്കുന്ന അങ്ങയുടെ പാദാരവിന്ദമാകുന്ന തോണിയെ ഉപാസിക്കുന്നുവോ, അവരുടെ ക്ഷുദ്ര കാമങ്ങളെ പോലും സാധിപ്പിക്കുന്നവനാണ് അങ്ങ്. അപ്പം കർദമൻ സകാമന്മാരുടെ പ്രാർത്ഥനയെ നിന്ദിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ പ്രദാനം ചെയ്യാൻ പ്രാപ്തനായ ഭഗവാനോട് നിസ്സാരങ്ങളായ അർത്ഥകാമങ്ങളെ സാധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് അല്പജ്ഞത്വമാണെന്ന് തനിക്ക് ബോധ്യമുണ്ടെന്ന് ഉണർത്തിച്ചതിന് ശേഷം താനും അത്തരം ഒരു പ്രാർത്ഥന തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നു. അതായത് നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർ ഭഗവാനോട് എന്താ പ്രാർത്ഥിക്കുന്നത്? നിസ്സാരങ്ങളായിരിക്കുന്ന നമ്മളുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ സാധിപ്പിച്ചു തരണേ എന്ന്. സത്യത്തിൽ ഭഗവാനോ തന്നെ കൊടുക്കുന്നവനാണ്, മോക്ഷത്തെ പ്രദാനം ചെയ്യുന്ന ആളാണ്. അപ്രകാരമുള്ള ഭഗവാനോട് ആവശ്യപ്പെടേണ്ടത് സത്യത്തിൽ ആ പരമപദം മോക്ഷമാണ്. പക്ഷെ നമ്മളൊക്കെ നമ്മളുടെ ഈ ചെറിയ ചെറിയ ആവശ്യങ്ങളാണ് ഭഗവാനോട് ചെന്ന് പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ആവശ്യപ്പെടുന്നത്. ഇവിടെ കർദമ പ്രജാപതിക്ക് ഇത് അറിയാം. പക്ഷെ അദ്ദേഹം നമ്മളെപ്പോലെ തന്നെയാണ്. ഇവിടെ ചെറിയൊരു ആവശ്യമാണ് ഭഗവാനോട് ഇവിടെ അഭ്യർത്ഥിക്കുന്നത്. എൻ്റെ ഒരു ആവശ്യം നടത്തി തരണം. അപ്പം നോക്കൂ, ഞാൻ അടുത്ത ശ്ലോകം 15. തഥാസചാഹം പരിവോഢകാമ സമാനശീലാം ഗൃഹമേധധേനും ഉപേയുവാൻ മൂലമശേഷമൂലം ദുരാശയ കാമദുഃഖാഘ്രിപസ്യ. ദുരാശയ, ദുഷിച്ച മനസ്സോടുകൂടിയ, സഹ അഹം ച, ആ ഞാനും, തഥാ അങ്ങനെ, സമാനശീലാം, സ്വന്തം സ്വഭാവത്തിന് അനുയോജ്യയും, ഗൃഹമേധധേനും, ഒരു ഗൃഹസ്ഥാശ്രമ കാമധേനുവെ, പരിവോഢുകാമഹ, പരിണയിക്കുവാൻ ഇച്ഛിച്ച്, കാമദുഃഖാഘ്രിപസ്യ, അങ്ങാകുന്ന കൽപ്പകവൃക്ഷത്തിൻ്റെ അശേഷമൂലം, എല്ലാറ്റിൻ്റെയും മൂലമായിരിക്കുന്ന മൂലം, മുരടിനെ, ആ നാരായ വേരിനെ, ഉപേയുവാൻ, ആശ്രയിക്കുന്നവനായി. അപ്പൊ കാമങ്ങളെയെല്ലാം സാധിപ്പിക്കുന്ന കൽപ്പകവൃക്ഷത്തിന്റെ മൂലസ്ഥാനമായതും അതിന് തുല്യമായ സർവത്തിനും മൂലകാരണമായിരിക്കുന്നതുമായ ഭഗവത് പാദാരവിന്ദങ്ങളെ അപ്രകാരം ദുഷിച്ച മനസ്സോടുകൂടിയ ഞാനും ഇപ്പോൾ ആശ്രയിച്ചത് എനിക്ക് യോജിച്ച സ്വഭാവത്തോടു കൂടിയ ഒരു ഗൃഹകാമധേനുവിനെ, അതായത് ഒരു പത്നിയെ ലഭിക്കാനായിട്ടാണ്. അതാണ് നമ്മളെ പോലൊരു നിസ്സാരമായ കാര്യം. എനിക്ക് വിവാഹം കഴിക്കണം എന്നാണ് അവിടെ കർദമ പ്രജാപതി ഭഗവാനോട് പറയുന്നത്. അപ്പൊ ഗൃഹമേധധേനു എന്നൊരു വാക്ക് കാണാം. ഗൃഹമേധധേനു എന്നാൽ ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങൾക്ക് ആവശ്യമായ സർവ്വതും പ്രദാനം ചെയ്യുന്നവളായ, അതിലെല്ലാം സഹകരിക്കുന്നവളായ കാമധേനുവിനെ പോലെയുള്ള ഒരു പത്നി എന്നർത്ഥം. പരിവോഢുകാമഹ, അങ്ങനെ ഒരു ശബ്ദം കാണാം. പരിവോഢുകാമഹ, പരിണേതുമിച്ഛൻ എന്നാണ് ശ്രീധരാചാര്യർ അർത്ഥം കൊടുക്കുന്നത്. കാമധുക് അംഘ്രിപം, കാമങ്ങളെ ദോഹനം ചെയ്യുന്ന, അംഘ്രിപം എന്ന് പറഞ്ഞാൽ വൃക്ഷം, കൽപ്പക വൃക്ഷം എന്നർത്ഥം. ധർമാർത്ഥ കാമങ്ങളാകുന്ന ത്രിവർഗങ്ങളുടെ സിദ്ധിക്ക് ഗൃഹസ്ഥാശ്രമം അനിവാര്യമാണ്. ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തി പത്നിയുടെ അവസ്ഥയെ ആശ്രയിച്ചിരിക്കും. അതാണ് സമാനശീലയും കാമധേനുവിന് തുല്യയുമായ പത്നിയെ ലഭിക്കാൻ അനുഗ്രഹിക്കണമെന്ന്
ഭഗവാനോട് പ്രാർത്ഥിക്കാൻ കാരണം. കൽപ്പകവൃക്ഷത്തിന്റെ മൂലമായും സർവത്തിൻ്റെയും മൂലകാരണവുമായിരിക്കുന്ന അങ്ങയുടെ മൂലം പാതാരവിന്ദം എന്നർത്ഥമാണ് അവിടെ നമ്മൾ കൽപ്പിക്കേണ്ടത്. ആ പാതാരവിന്ദത്തെ സംബന്ധിച്ചിടത്തോളം അശേഷമൂലം എന്ന വിശേഷണം കാമദുഃഖാംഘ്രിപസ്യ മൂലം എന്നതിനേക്കാൾ എത്രയോ ഉപരിയാണ്. ആദ്യത്തേത് നിഷ്കാമന്മാർക്കും മറ്റേത് സകാമന്മാർക്കും സേവ്യമായിട്ടുള്ളതാണ്. താനിപ്പോ അത്രേ ആവശ്യപ്പെടുന്നുള്ളൂ എന്നതിനാൽ രണ്ടാമത്തെ വിശേഷണം പ്രസക്തമാണ്. അപ്പം വിവാഹ ജീവിതത്തിന് 3 പ്രയോജനങ്ങളാണുള്ളത്: ധർമ്മസമ്പത്തി, പ്രജാസമ്പത്തി, രതിസുഖം. ഇങ്ങനെ ഇവയിൽ ഒടുവിലത്തേത് കേവലം ലൗകികമാണ്, അതായത് രതിസുഖം എന്ന് പറയുന്നത്. തഥാച ആപസ്തംഭേന ധർമ്മപ്രജാസമ്പത്തി പ്രയോജനം ദാരസംഗ്രഹസ്യോക്രം ധർമ്മപ്രജാസമ്പന്നേഷു ദാരേഷു നാന്യം കുർവീത ഇതി വദതാം രതിഫലം തു ലൗകികമേവ. ഇങ്ങനെയാണ് വിജ്ഞാനേശ്വരൻ അദ്ദേഹത്തിൻ്റെ മിതാക്ഷര സൂത്രത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതായത് ഈ 2 അതായത് 3 കാര്യങ്ങൾ പറഞ്ഞതിൽ ധർമ്മസമ്പത്തിയും പ്രജാസമ്പത്തിയുമാണ് ഈ വിവാഹ ജീവിതം കൊണ്ട്, ദാമ്പത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കർദമ പ്രജാപതി 10,000 സംവത്സരം തപസ് ചെയ്തതും യോഗചര്യ അനുഷ്ഠിച്ചതും ഭഗവാനെ ഭക്തിയോഗം കൊണ്ട് ഉപാസിച്ചതും ഒരു ധർമ്മപത്നിയെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനായി ഇത്രയധികം ക്ലേശിക്കേണ്ടതുണ്ടോ എന്ന് ശങ്കിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സമാനശീലാം ഗൃഹമേധധേനം എന്ന വിശേഷണം. അത്തരമൊരു ധർമ്മപത്നിയെ ലഭിക്കാൻ കുറച്ച് ക്ലേശമൊക്കെ സഹിക്കുക തന്നെ വേണം. അപ്പൊ ബാഹ്യങ്ങളായ സൗന്ദര്യാദികളിലല്ല കർദമന്റെ ശ്രദ്ധ, ആഭ്യന്തരങ്ങളായിരിക്കുന്ന സൗശീല്യാദികളിലാണ് എന്നുള്ളതാണ് ഈ ഒരു ശ്ലോകം നമ്മൾ വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്തരം സകാമമായ ഒരു പ്രാർത്ഥന വേണ്ടി വന്നതിൻ്റെ പശ്ചാത്തലമാണ് അടുത്ത ശ്ലോകത്തിലെ കർദമ പ്രജാപതി സൂചിപ്പിക്കുന്നത്. പ്രജാപതേസ്തേ വജസാധീശതന്ത്യ ലോകം കിലായം കാമഹതോനുബദ്ധ അഹം ച ലോകാനുഗതോ വഹാമി ബലിം ച ശുക്ലാനിമിഷായ തുഭ്യം. ഹേ അധീശ, അല്ലയോ സർവാധീശ, പ്രജാപതേ, പ്രജാപതിയായ, തേ അങ്ങയുടെ, വചസ വാക്കാകുന്ന, തന്ത്യ കയറുകൊണ്ട്, കാമഹത കാമക്കെടുതിയാർന്ന, അയം ലോക ഈ ലോകം, അനുബദ്ധ കില അനുക്രമം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. ശുക്ല, ഹേ വിശുദ്ധ ധർമ്മമൂർത്തേ, അഹം ച ഞാനും, ലോകാനുഗത ആ ലോകത്തെ അനുസരിച്ചുകൊണ്ട്, അനിമിഷായ കാലാത്മാവായ, തുഭ്യം അങ്ങയ്ക്ക്, ബലിം ബലിയെ, വഹാമീച്ച നിർവഹിക്കുകയും ചെയ്യുന്നു. അല്ലയോ സർവത്തിനും അധീശനും ശുദ്ധധർമ്മമൂർത്തിയുമായിട്ടുള്ളവനെ, അങ്ങാകുന്ന പ്രജാപതിയുടെ വാക്കാകുന്ന കയറുകൊണ്ട്, അതായത് വേദത്തിലെ വിധി നിഷേധങ്ങളാൽ ബന്ധിക്കപ്പെട്ടും കാമത്തിന് അധീനമായിരിക്കുന്നതുമാണല്ലോ ഈ ലോകം. ആ ലോകരിൽ ഒരാളായ ഞാൻ ലോകഗതിയെ അനുസരിക്കുന്നവനായിട്ട് അങ്ങേക്ക് ബലിയെയും വഹിച്ചുകൊണ്ട് വർത്തിക്കുന്നു. അപ്പൊ ഈ ശ്ലോകത്തിലടങ്ങിയ തത്വം യഥാഗാവോ നസിപ്രോത, ഇത് നമ്മൾ പ്രഥമസ്കന്ധത്തിലെ 13-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകത്തില് നേരത്തെ പാരായണം ചെയ്ത സംഗതിയാണ്. അപ്പൊ ആ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിൽ അവിടെ കുറെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. കുറച്ച് കാര്യം കൂടെ പറയാം. അതെന്താന്ന് പറഞ്ഞാൽ, പ്രജാപതി അഥവാ ബ്രഹ്മാവ് അങ്ങ് തന്നെയാണ്. ബ്രഹ്മാവ് എന്നോട് പ്രജാസൃഷ്ടിയിൽ വ്യാപരിക്കാൻ ആജ്ഞാപിച്ചത് അങ്ങയുടെ തന്നെ ആജ്ഞയാണ്, അഥവാ അങ്ങയുടെ പ്രേരണയാലാണ് എനിക്കിപ്പോൾ ഇങ്ങനെ തോന്നിയത് എന്നർത്ഥം. സർവ്വരും നിവൃത്തി മാർഗത്തിൽ പ്രയത്നിച്ചാൽ പിന്നെ ഈ ലോകം നിലനിൽക്കില്ല, അല്ലേ? എല്ലാവരും തപസ്സൊക്കെ ചെയ്ത് ഭഗവാന്റെ ലോകത്തിലേക്ക് പോയാൽ പിന്നെ ഇവിടെ ആരാണ്ടാവുക? ഈ ലോകം നിലനിൽക്കണ്ടേ? അപ്പൊ തന്നിമിത്തം ഈ ലോകത്തിന്റെ നടത്തിപ്പിനും ചിലർ വേണം. അതിലേക്കായി നിയോഗിക്കപ്പെട്ട ഞാൻ സാധാരണ ലോകരുടെ നടപ്പിന് അനുകരിച്ചുകൊണ്ട് സൃഷ്ടിയാദികളിൽ വ്യാപൃതനായി കഴിഞ്ഞുകൊള്ളാം എന്നാണ് ഇവിടെ കർദമ പ്രജാപതി സൂചിപ്പിക്കുന്നത്. അങ്ങയുടെ ആജ്ഞാനുവർത്തിയായിരിക്കാൻ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാൻ ഇച്ഛിക്കുന്നു എന്നത്രേ ആ ശ്ലോകത്തില് ബലിം ച ശുക്ലാനിമിഷായ തുഭ്യം അഹം ച ലോകാനുഗതോ വഹാമി. ഇങ്ങനെ അവിടെ അഹം ച ലോകാനുഗതോ വഹാമി എന്നുള്ളതിലൊരു ച ശബ്ദം ഉണ്ടല്ലോ. ഞാനും ആ ഒരു മാർഗത്തെ സ്വീകരിക്കുന്നു എന്നർത്ഥം. തദസ്തുഭ്യം ബലിം വഹാമി കർമ്മമയീം ത്വദ് ആജ്ഞാമനുവർത്തതേ. തദർത്ഥം ഭാര്യാം ചേച്ഛാമീതി ചകാരസ്യാർത്ഥ എന്നാണ് ശ്രീധരാചാര്യർ അർത്ഥം കൊടുത്തിട്ടുള്ളത്. കില എന്നൊരു ശബ്ദം കാണാം ആ ശ്ലോകത്തില്. കില എന്ന് പ്രയോഗിച്ചത് കേവലം ലോകഗതി അനുസരിക്കാനല്ല, ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാൻ ഇച്ഛിക്കുന്നത്
മറിച്ച് ഋണത്രയത്തെ അപാകരണം ചെയ്യാനും കൂടിയാണെന്നും ശ്രീധരാചാര്യർ സൂചിപ്പിക്കണം. എന്ന കേവലം ലോകാനുഗതോ ബലിം വഹാമി കിം തു ഋണത്രയാപാകരണാർത്ഥമിതി കിലേത്യുക്തം. ഋണത്രയങ്ങൾ അല്ലേ, ഋണത്രയങ്ങളെക്കുറിച്ച് നമ്മൾ പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും സൂചിപ്പിക്കുന്ന സംഗതിയാണ്. ഒരു മനുഷ്യനായി നമ്മളിവിടെ ജനിച്ചു കഴിഞ്ഞാൽ ദേവന്മാരോട്, പിതൃക്കളോട്, ഋഷിമാരോട്, ഈ 3 ആൾക്കാരോട് നമുക്ക് കടപ്പാടുണ്ട്. കൂടാതെ 2 കൂടെ വരും പഞ്ചമഹായജ്ഞങ്ങളിൽ, മനുഷ്യരോടും സകല ഭൂതജാലങ്ങളോടും. അപ്പം അവർക്കായിക്കൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ നിഷ്ഠയോടുകൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ ഓരോ വ്യക്തികളും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആദ്യത്തെ 3 ആ ഋണത്രയങ്ങൾ. ആ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും നമ്മൾ ഭൂമിയിൽ ജന്മമെടുക്കുന്നത് എന്നാണ്. ജായമാനോ വൈ ബ്രാഹ്മണസ്ത്രിഭിർ ഋണവാജായത്തെ ബ്രഹ്മചര്യേണ ഋഷിഭ്യോ യജ്ഞേന ദേവേഭ്യ പ്രജയാ പിതൃഭ്യ എന്നിങ്ങനെ തൈത്തിരീയ സംഹിതയിൽ വളരെ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഋഷികളോടും ദേവന്മാരോടും പിതൃക്കളോടുമുള്ള കടപ്പാടിനാണ് ഋണത്രയം എന്ന് പറയുന്നത്. ബ്രഹ്മചര്യം, യജ്ഞം, പുത്രോത്പാദനം എന്നിവയാൽ ഈ കടബാധ്യതകൾ വീട്ടണം എന്നർത്ഥം. അപ്പൊ ഈ ഒരു സൂക്തവും അതിന്റെ വിശദമായ അർത്ഥവും നേരത്തെ നമ്മൾ പ്രഥമ സ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിൽ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ പാഠവ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ സംഹിതകളൊന്നും അതിൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ ഇന്ന് കിട്ടാൻ തന്നെ ഇല്ല. അതുകൊണ്ടാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നത് ഈ മന്ത്രങ്ങളിലൊക്കെ. ഈ ശ്ലോകത്തിൽ നമ്മൾ ശുക്ല ശബ്ദം കണ്ടു. ശുക്ല ശബ്ദത്തിന് ശുദ്ധധർമ്മമൂർത്തി എന്നും അനിമിഷ ശബ്ദത്തിന് കാലാത്മാവ് എന്നുമാണ് ശ്രീധരാചാര്യസ്വാമികൾ നൽകുന്ന അർത്ഥം. ഇനി തുടർന്ന് 2 ശ്ലോകങ്ങൾ 17ഉം 18. ലോകാംശലോകാനുഗതാൻ പശുംശ്ച ഹിത്വാ ശ്രുതാസ്തേ ചരണാതപത്രം പരസ്പരം ത്വദ്ഗുണവാദസീധു പീയൂഷ നിര്യാപിത ദേഹധർമാഃ നതേജരാക്ഷഭ്രമിരായുരേഷാം ത്രയോദശാരം 300 ഷഷ്ടിപർവ ഷണ്ണേമ്യനന്തച്ഛതി യതൃണാഭി കരാളസ്രോതോ ജഗദാച്ഛിത്യ ധാവത്. ലോകാഞ്ച ലോകങ്ങളെയും ലോകാനുഗതാൻ ലോകത്തെ അനുകരിക്കുന്ന പശുവഞ്ച പശുതുല്യരായവരെയും ഹിത്വ വിട്ട് തേ അങ്ങയുടെ ചരണാതപത്രം തൃപ്പാദമാകുന്ന കുടയെ മാത്രം ശ്രുതാഹ ആശ്രയിച്ചവരും പരസ്പരം ഒത്തുചേർന്ന് ത്വദ്ഗുണവാദ സീധു പീയൂഷ നിര്യാപിത ദേഹധർമാഃ അങ്ങയുടെ ഗുണങ്ങളെപ്പറ്റി സംഭാഷണം ചെയ്തുണ്ടാവുന്ന ലഹരിയിലകപ്പെട്ട് വിശപ്പ്, ദാഹം ഇത്യാദികളില്ലാത്തവരുമായി യാവ ചിലരുണ്ടോ ഏഷാം ആയു അവരുടെ ആയുസ്സിനെ തേ അങ്ങയുടെ അജരാക്ഷര ഭ്രമി നിത്യബ്രഹ്മസ്വരൂപമായ അച്യുതണ്ടിന്മേൽ തിരിയുന്നതും ത്രയോദശാരം 13 അഴികളുള്ളതും 300 ഷഷ്ടിപർവ 360 ഏപ്പുകളോട് ചേർന്നിരിക്കുന്നതും ഷണ്ണേമി 6 ചുറ്റുവട്ടുകളുള്ളതും അനന്തച്ഛതി അസംഖ്യം പറ്റുകൾ വെച്ചിട്ടുള്ളതും തൃണാഭി 3 കുംഭക്കട്ടയുള്ളതും കരാളസ്രോത അസഹ്യമായ വേഗതയുള്ളതും ജഗത്തിനെ ആച്ഛിദ്യ ഒതുക്കിക്കൊണ്ട് ധാവത് കൊതിച്ചുപായുന്നതുമായ യത് ന യാതൊന്നോ അത് ബാധിക്കുകയില്ല. ചിലർ ഈ ലോകഗതിയെ അനുസരിക്കുന്ന മൃഗപ്രായരായവരെയും ഗൗനിക്കാതെ അങ്ങയുടെ തൃപ്പാദങ്ങളാകുന്ന കുടക്കീഴിൽ അഭയം തേടുന്നുവോ അവർ പരസ്പരം നടത്തുന്ന അങ്ങയുടെ ഗുണഗണങ്ങളുടെ കീർത്തനമാകുന്ന അമൃതം ആസ്വദിച്ച് ദേഹധർമ്മങ്ങളായ വിശപ്പ്, ദാഹം ഇത്യാദികൾ പോലും അറിയാത്തവരായി വർത്തിക്കുന്നതായാൽ നാശരഹിതമായ ബ്രഹ്മമാകുന്ന അച്യുതണ്ടിനെ ആശ്രയിച്ച് ചുറ്റുന്നതും 360 മുട്ടുകളോടും 13 അഴികളോടും 6 പുറവട്ടങ്ങളോടും അസംഖ്യം ഇതളുകളോടും 3 നാഭികളോടും കൂടിയതും അതിഭയങ്കരമായ വേഗതയോടെ ഈ ലോകത്തെ ആവരണം ചെയ്ത് തിരിയുന്നതുമായ അങ്ങയുടെ കാലചക്രം അഥവാ സംവത്സര ചക്രം ഇവരുടെ ഭഗവത് പാദങ്ങളെ ആശ്രയിച്ചവരുടെ ആയുസ്സിനെ ബാധിക്കുന്നില്ല. അവിടെ ഇവരുടെ എന്ന് പറഞ്ഞാൽ ഭഗവാനെ ആശ്രയിച്ച ഭക്തന്മാരെ ഈ കാലചക്രം ബാധിക്കുന്നതേ ഇല്ല. അപ്പൊ ലോകഗതിക്കനുസരിച്ച് നീങ്ങുന്നവർക്ക് സംസാരമോചനമില്ല. അവർ കേവലം മൃഗപ്രായരാണ്. വിവേകികൾ അവരെ അനുകരിക്കില്ല. ഭഗവത് പാദങ്ങളാകുന്ന കുടക്കീഴിൽ
അവര് ഒത്തുചേരുന്നു. ഭഗവത് കഥാകഥനമാകുന്ന ലഹരിയിലവർ ദേഹസംബന്ധികളായ സർവക്ലേശങ്ങളും മറന്ന് പരമാനന്ദത്തിൽ ലയിച്ചിരിക്കുന്നു. അവിടെ ആ ശ്ലോകത്തിൽ സീധു എന്നൊരു വാക്ക് കാണാം. സീധു എന്ന് പറഞ്ഞാൽ കരിമ്പിൽ നീരിൽ നിന്നെടുക്കുന്ന ഒരു മദ്യവിശേഷം, നല്ല ലഹരിയുള്ള ഒരു മദ്യത്തിന്റെ പേരാണ് സീധു. ലഹരി ജനിപ്പിക്കുന്നത് എന്ന് ലാക്ഷണികാർത്ഥം. ഇവിടെ ആ ഭക്തി ലഹരിയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ പൽചക്രമാണെന്നത് ഒഴിച്ചാൽ കാലചക്രം ഏകദേശം ഒരു രഥചക്രം പോലെ, കാളവണ്ടിയുടെ ഒക്കെ ചക്രം പോലെ അതിനോടൊക്കെ ഒരു സാമ്യമുള്ള രീതിയിലാണ് ഈ കാലചക്രത്തെ വർണ്ണിച്ചിട്ടുള്ളത്. വളരെ അർത്ഥഗാംഭീര്യമുള്ളൊരു ശ്ലോകമാണ്. കാരണം കാലം എന്താണെന്ന്, അതായത് സംവത്സര ചക്രം എന്താണെന്ന് വളരെ സുന്ദരമായി സൂചിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. അപ്പൊ നമുക്ക് ഈ ശ്ലോകത്തിലുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യാം. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഹരയേ നമ. നാരായണ